പ്രധാനമായിട്ടും ഈ KS-യുടെയും യൂത്ത് കോൺഗ്രസിന്റെയും ജില്ലാ നേതാക്കൾ രാഹുലിനൊപ്പം യാത്ര ചെയ്തു. അപ്പം നേരത്തെ ഇത്തരത്തിൽ ആളുകൾ ഈ മൻസൂർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ സമയത്ത് താക്കീത് നൽകാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചെന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. അങ്ങനൊരു സംഭവമില്ല. കാരണം രാഹുലായി ബന്ധമുള്ള പരിചയമുള്ള ആളുകളല്ലേ ഇവരൊക്കെ. നമ്മൾ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചത് സത്യമാണ്. KPCC ചെയ്തു. അത് വ്യക്തമായിട്ട് UDF മീറ്റിങ്ങിൽ പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞല്ലോ. പിന്നെ അദ്ദേഹം പരിചയമുള്ള ആളുകളെ മുഖം തിരിഞ്ഞ് നടക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഒരു ബന്ധമുള്ള ആളുകളെ, ഇത്ര കാലമുള്ള ഒരു പരിചയമുള്ള ആളുകളെ നമ്മൾ ഒരു ഊരുവിലക്കൊന്നും അദ്ദേഹത്തിന് നമ്മൾ നൽകിയിട്ടില്ല. പാർട്ടി CPM-കാർ MP രാഘവനെ വെളിയിലാക്കിയപ്പോൾ ഊരുവിലക്കുണ്ടായിരുന്നു. അതുപോലുള്ള ഊരുവിലക്കൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനെ കണ്ട പരിചയമുള്ളവർ സംസാരിക്കും, അല്ലെന്താ തെറ്റ്? അത് പരിചയമുള്ളവർ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആളെ മാത്രമല്ല, ഏത് പാർട്ടിയിലും പരിചയമുള്ള പൊതുപ്രവർത്തകരെ കണ്ടാൽ സംസാരിക്കുന്നതിൻ്റെ എത്ര കണക്കാക്കിയാൽ മതി. നമ്മുടെ ഈ പരിചയമുള്ളവരെ സംസാരിക്കുക എന്ന് പറയുന്നതിലുപരി ഈ കുന്നത്തൂർമേട് ഭാഗത്തുള്ള ഒരുപാട് വീടുകളിൽ ഈ നിഖിൽ കണ്ണാടിയുടെയും പ്രക്ഷോഭിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ MLA കൊണ്ട് അവതരിപ്പിക്കാൻ ഇലക്ഷൻ കാലത്ത് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് അങ്ങനെ കണക്കാക്കണ്ട. ഇതിനകത്ത് ഉണ്ടായത് മണ്ഡലം പ്രസിഡന്റ് അനുജൻ മരിച്ചവിടെ പോണ്ടേ? ഇന്നലെ KPCC സെക്രട്ടറി അത്രേ ഉള്ളൂ. അതിനകത്ത് ഞാൻ ചോദിട്ടെ, അയാൾ അവിടുത്തെ MLA അല്ലേ? ഇപ്പോഴും പാലക്കാട് MLA അദ്ദേഹമല്ലേ? ഞങ്ങൾ പാർട്ടിയും സസ്പെൻഡ് ചെയ്ത് MLA മാറിയിട്ടില്ലല്ലോ. അദ്ദേഹത്തെ സമീപിക്കാനും അദ്ദേഹത്തെ വോട്ട് ചെയ്തവർ കണ്ടാമിണ്ടണ്ടേ? അല്ല ഞങ്ങൾ വഴിമാറി നടക്കണം. അപ്പം ജില്ലാ, അതായത് യൂത്ത് കോൺഗ്രസിന്റെയും KS-യുടെയും ജില്ലാ നേതാക്കൾ പോയതിന് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള സമീപനമാണോ ജില്ലാ പ്രസിഡന്റ്? അങ്ങനെയല്ല അങ്ങനെ ഒരു ഇതുമില്ല. എൻ്റെ നയം എന്ന് പറയുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറയുന്ന നയമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കുള്ളത്. പിന്നെ ഇദ്ദേഹത്തിനെ കണ്ടു ചിരിച്ചു, അല്ലെങ്കിൽ കണ്ടു വഴിനാറി നടക്കണം എന്ന് പറയുന്നതിൽ എന്ത് രാഷ്ട്രീയം നിങ്ങൾ പറയുന്നതിൽ? ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം KPCC സെക്രട്ടറി C. ചന്ദ്രൻ അടക്കം ഫുൾ ടൈം ചന്ദ്രനല്ല, ഞാൻ ചോദിച്ചേ, ഇപ്പൊ ഇന്നലെ അവിടെ ആരാ നേതാക്കന്മാരെ കണ്ടവരൊക്കെ ഇയാളെ പരിചയമുള്ള ആളുകളല്ലേ കൈയെടുത്തില്ലേ? പിന്നെ എന്താ പ്രശ്നം? കണ്ടാൽ മിണ്ടുന്നതിലല്ല കാര്യം, അതായത് കൂടെ നടക്കുന്നു, വീടുകൾ കയറി പരിചയപ്പെടുത്തുന്നു. അത്തരത്തിൽ നിങ്ങൾ അങ്ങനെ കണക്കാക്കാം. നിങ്ങൾ എന്താ എനിക്കറിയില്ല. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഉദ്ദേശിക്കുക അദ്ദേഹത്തിന് ഊരുവിളക്ക് പോലെ ആരും മിണ്ടാതെ വഴിമാറി നടക്കണമെന്നാണോ നിങ്ങൾ? എവിടെ അവതരിപ്പിക്കുന്നത്? അദ്ദേഹത്തെ അയാളിനെ ആരും പാലക്കാട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അയാൾ അവിടുത്തെ MLA ആണ്. ആളുകൾ എല്ലാവരും കണ്ടാൽ ചിരിക്കാനും സംസാരിക്കാനും കൈ കൊടുക്കാനൊക്കെ അദ്ദേഹത്തിന് അറിയാം. അങ്ങനെയൊന്നുമില്ല. ആരും കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് അത് എല്ലാവരും അറിയുന്ന ആളാണ്. അല്ലല്ല, എന്റെ അടുത്ത് ആദ്യം പറഞ്ഞിരുന്നില്ല, പിന്നെ വന്നതിന് ശേഷം വിളിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഒരു കാര്യമുണ്ട്, ഇദ്ദേഹം മാത്രമല്ല ആരായാലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അത് ജനപ്രതിനിധിയാണ്. അദ്ദേഹം ഫ്രീ ആയിട്ട് എല്ലാവരുടെയും പോകാനുള്ള സ്വാതന്ത്ര്യം ഈ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അത് എൻ്റെ അടുത്ത് അറിയിക്കണം നിർബന്ധമൊന്നുമില്ല. ആര് പറഞ്ഞു? അല്ല, അദ്ദേഹം വന്നതിന് ശേഷം വിളിച്ചു, സത്യമാണ്. അല്ല, അതിന് മുമ്പ് വരുന്നു എടുത്തു എനിക്കറിയില്ല. അത് അറിയിക്കേണ്ട കാര്യമില്ല, എന്നെ അറിയേണ്ട കാര്യമില്ല. പക്ഷേ എനിക്ക് DC പ്രസിഡന്റിനോട് പറഞ്ഞിട്ടൊന്നും ഒരു MLA വരേണ്ട കാര്യമൊന്നുമില്ല. എന്റെ തീരുമാനം പറയുന്നത് KPCC പറയുന്ന തീരുമാനമാണ് എൻ്റെ. അതുപോലെ പാർട്ടിയുടെ തീരുമാനം എൻ്റെ ഭാഗം, അല്ലാതെ അപ്പുറത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം ഇറങ്ങി നടന്നു, അത് ഇന്നവർ കണ്ട് സംസാരിച്ചു. അതെന്താ? അദ്ദേഹം അവിടുത്തെ MLA ആണ്. അതിന് നിങ്ങൾ ഊരുവിളക്ക് പോലെ കണക്കാക്കരുത് ദയവ് ചെയ്തിട്ട്. എന്താണ് പരിചയമുള്ളവരല്ലേ? നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അതിൽ നടപടി എടുത്തിട്ടുണ്ടല്ലോ. അല്ല, പാർട്ടിക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് നടപടി എടുത്തിട്ട് അതേ വ്യക്തിയെ തന്നെ വീണ്ടും ഇപ്പുറത്ത് കൊണ്ടു നടക്കുമ്പോൾ ആര് കൊണ്ടു നടന്നു പറഞ്ഞു? ഒരാൾ കൊണ്ടു നടക്കുന്നില്ല. ഒരാൾ ആരും കൊടുക്കുക, ഒരു പാർട്ടിക്കാരും നമ്മൾ കൊണ്ടു നടത്തുന്നില്ല. അദ്ദേഹം നടക്കുമ്പോൾ അദ്ദേഹത്തെ പരിചയമുള്ളവർ വിഷ് ചെയ്യുന്നു, കൈ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ചടങ്ങിൽ കാണുമ്പോൾ അത് നമ്മൾ ഇത് വിടും. രാഹുൽ വിട്ടാലും മറ്റൊരു പാർട്ടിക്കാരായാലും പൊതുപ്രവർത്തകൻ പരസ്പരം അറിയുന്നവർ കണ്ടാൽ കൈ കൊടുക്കില്ലേ? അല്ലെങ്കിൽ വിഷയമില്ലേ? അല്ലെങ്കിൽ സംസാരിക്കില്ലേ? ഇങ്ങനെ ഔദ്യോഗികമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകൾ ഇങ്ങനെ രാഹുലിനൊപ്പം സഞ്ചരിക്കുകയും മുഴുവൻ സമയവും കൂടെ സ്പെൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു നാടകമായിരുന്നു? ഒരു നാടകമല്ല.
നിങ്ങൾക്കറിയാലോ APC പ്രസിഡന്റ് മിനിഞ്ഞാന്ന് വരെ പ്രതിപക്ഷ നേതാവ് നിങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള മീറ്റിങ്ങിൽ പറഞ്ഞാണ്. അതാണ് പാർട്ടിയുടെ നയം, അല്ലാതെ വേറൊന്നും അറിയാം. പിന്നെ കണ്ടാ മിണ്ടാതെ പറയുന്നതിൽ നിങ്ങൾ ഊരുവിളക്ക് പോലെ പറയുന്നതിൽ ഒരർത്ഥമില്ല. അല്ല പറഞ്ഞത്, അതായത് പൂർണ്ണ സമയം രാഹുലിനൊപ്പം ഉണ്ടാവുകയാണ്. അങ്ങനെ രാഹുലിന് ആരുടെയും സഹായം വേണ്ട. അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി അദ്ദേഹം അറിയാവുന്ന ധാരാളം വോട്ടർമാരും പ്രവർത്തകരുമാണ്, ജനങ്ങളും ഉണ്ട്. അദ്ദേഹം പോവും, അതിലെന്താ കുഴപ്പം? അയാളിപ്പോ MLA അല്ലേ? മാലയിട്ട് സ്വീകരിക്കും. ആര്? അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ അറിയാത്തതും പറയണം, എനിക്കറിയാത്ത കാര്യം പറഞ്ഞെനിക്ക്. എന്തോ ഇല്ലല്ലോ. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് എല്ലാവരും കൂടി ആലോചിച്ചെടുത്ത നടപടിയാണ് പറഞ്ഞു. അത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു മാറ്റവും ഒരു സ്വീകരണവും ഇല്ലല്ലോ. നിങ്ങൾ എന്താ അവിടെ എന്ത് സ്വീകരണം? അയാൾ സ്റ്റാഫും മറ്റേ രണ്ടാളുള്ളതല്ല, ഒരു സ്വീകരണവും ഇല്ല. ഞങ്ങളൊന്നും അറിയില്ല. ഞങ്ങൾ മണ്ണാക്കാടൊക്കെ എത്തിയിട്ടാണ് അദ്ദേഹം വന്നു എന്ന് തന്നെ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വീകരണം ഒരുക്കാൻ ഞങ്ങൾക്ക് അറിയാം. പാർട്ടിയുടെ മാറ്റി നിർത്തിയത്, പാർട്ടി സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് അതിപ്പോഴും നിലനിൽക്കുന്നതാണ്. ഒരു പാർട്ടിയും അതിന്റെ പരിപാടിയിൽ പങ്കാളിത്തമില്ല. അല്ല ഇപ്പൊ എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? രാഹുലിന് ഇപ്പൊ കോൺഗ്രസ് നേതാക്കളായിട്ട് സഹകരിക്കുക അല്ലെങ്കിൽ ആ രീതിയിലുണ്ട്, പിന്നെ സസ്പെൻഷൻ എന്ന് പറഞ്ഞ വെറുതെ ഒരു കടലാസ്. ആര് പറഞ്ഞു? എന്ത് പിന്തുണയുണ്ട്? ആര് പറഞ്ഞു? നിങ്ങളുടെ മുന്നിലല്ലേ KPC പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് പോയത്? അല്ല, ഞാൻ ചോട്ടെ, അദ്ദേഹത്തിന് നടപടിയെടുത്ത് വെളിയിൽ നിൽക്കുന്നു അല്ലേ? പിന്നെ അദ്ദേഹം തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കാൻ പറ്റും? പൗരനല്ലേ, MLA അല്ലേ അവിടുത്തെ? നിങ്ങൾ അതൊന്നും നടക്കാൻ പാടില്ല. നിങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങളൊരു കാര്യം വേണ്ടേ, അദ്ദേഹം വരുമ്പോ വഴിമാറി നടക്കണം എന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആചാരം പോലെ ഒന്നും പറയരുത്. അദ്ദേഹത്തിന് MLA ആണ്, അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലോ അവിടെ മരിച്ചവിടെയോ അല്ലെങ്കിൽ കല്യാണത്തിനോ അദ്ദേഹം വിളിച്ചിട്ടാണ് പോകാം. അതിന്റെ കുഴപ്പം അല്ല, പാർട്ടി പരിപാടി പങ്കെടുപ്പിക്കില്ല. അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടത് ഞങ്ങളെ ഒഴിച്ചു വെക്കണം. അല്ല, ഞാൻ അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് പാർട്ടി എഴുതി കൊടുക്കാൻ പറ്റുമോ? അല്ല, അദ്ദേഹം പാർട്ടിക്ക് വെളിയിലാണ്. ഒരു അദ്ദേഹം എന്തിനു സഹകരിക്കും? അവിടെ ജനങ്ങൾ സഹകരിക്കും, ഞങ്ങൾ സഹകരിക്കേണ്ട കാര്യമില്ല. ഇല്ല. DCC പ്രസിഡന്റിനോട് ചോദിക്കാൻ കാരണം, മൻസൂർ എന്ന് പറയുന്ന കൗൺസിലർ പറഞ്ഞ പോലെ ഇപ്പോൾ രാഹുലിന് അനൌദ്യോഗികമായി കവചം ഒരുക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് എന്ത് കവചം ഒരുക്കണം? അദ്ദേഹത്തിന് ഒരു MLAക്ക് സംരക്ഷണം കൊടുക്കേണ്ട കേരള ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. ആ ഒരു ആരുടെയും കവചം കൊടുക്കേണ്ട കാര്യം, ആരും സംരക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല. കണ്ടുമുട്ടുന്നവരെ മിണ്ടാതിരിക്കാൻ പറ്റുമോ? കാണാൻ പോകാൻ പറ്റുമോ? നിങ്ങൾ അതിൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഡ്രൈവർ കോൺഗ്രസ്സുകാരാണ്, ഇറക്കി വിടാൻ പറ്റുമോ? നിങ്ങൾ എന്ത് കഥ? അത് ഒരിക്കലും അത് അർത്ഥമില്ല. നിങ്ങൾ ഈ പറയുന്ന പാർട്ടി അദ്ദേഹത്തിനെ വെളിയിലാക്കിയിട്ടുണ്ട്, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് കണക്കാക്കി, അത് ആ നയം KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട്. അതാണ് പാർട്ടിയുടെ നയം, അല്ലാണ്ട് അപ്പുറമൊന്നുമില്ല.